ജീവിതത്തിൽ നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാവനകളിലും ചിന്തകളിലും നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്. ഒരു പുതിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ എന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ മാർഗമാണിത്. എല്ലാവരും ക്വാണ്ടം ഫിസിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. ക്വാണ്ടം ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. പക്ഷേ ഇത് സിമ്പിളാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ചെറിയ ക്വാണ്ടം പാർട്ടിക്കിൾ, അതായത് ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സമയം പല സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്നാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. ഈ പ്രക്രിയയെ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ ഉണ്ടാകുമ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാം. ഇതാണ് ഒബ്സർവർ എഫക്റ്റ്. വല്ലതും മനസ്സിലായോ? ശരി, അത് വിട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കാണുന്ന സമയമാണ് നിങ്ങളുടെ റിയാലിറ്റിയുടെ ഷേപ്പ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വിശ്വാസം, ഇതൊക്കെ നിങ്ങളുടെ തന്നെ റിയാലിറ്റിയെ രൂപപ്പെടുത്തുന്നു. എല്ലാം എനർജിയാണ്. ഫിസിക്സിൽ പറയുന്നത് എല്ലാം എനർജിയാണ്. മാറ്റർ, സൗണ്ട്, ലൈറ്റ് എല്ലാം ഒരു ഫോം ഓഫ് എനർജി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം, നമ്മളും നമ്മളുടെ ചിന്തകളും ശബ്ദവും പ്രകാശവും എല്ലാം ഊർജമാണ്. നമ്മളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒരു താളമുണ്ട്, അതായത് വൈബ്രേഷൻ. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നു. ഇതേ സമയം നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ഐൻസ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ആവശ്യമുള്ള റിയാലിറ്റിയുടെ ഫ്രീക്വൻസിയിൽ നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ അതിനെ റിയാലിറ്റിയിലേക്ക് ആകർഷിക്കുന്നത്. ഇത് തന്നെയാണ് ക്വാണ്ടം മാനിഫെസ്റ്റേഷന്റെ ഹൈലൈറ്റ്. പക്ഷേ അതിനൊരു കീ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് ഭാവന, വിഷ്വലൈസേഷൻ. നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം മനസ്സിൽ മാത്രമല്ല, ഹൃദയത്തിലും അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ലോ ഓഫ് അട്രാക്ഷനും ക്വാണ്ടം മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനെ നിങ്ങൾ ആകർഷിക്കുന്നു എന്നാണ്. പക്ഷേ ക്വാണ്ടം മാനിഫെസ്റ്റേഷനിൽ പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ റിയാലിറ്റിയുടെ ക്വാണ്ടം സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ്. ഇതിലൂടെ നാം പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ചിന്തകൾ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫോക്കസ് വേണം, ആ ശ്രദ്ധ വേണം, അതിലേക്ക് ഇമോഷൻസ് വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചേർന്നാലാണ് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് പല സംഭവങ്ങൾ ഒരു സമയം ഉണ്ടാകുന്നു എന്നാണ്. ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ എത്രമാത്രം പവർഫുൾ ആണ് എന്നതിൻ്റെ പ്രൂഫാണ്. നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ ഏത് രീതിയിലാണ് നോക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് റിയാലിറ്റി തന്നെ മാറുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നൽകുന്ന സ്ഥലം, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതാണ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്കുള്ള വാതിൽ. ഇനി നമുക്ക് ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാനിനി പറയാൻ പോകുന്ന 5 സ്റ്റെപ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ മാറ്റം നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ പാതയാണ്. ഇനിയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ക്ലിയർ ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക. എനിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം വേണം എന്നതല്ല, ഞാൻ എൻ്റെ ആത്മസഖിയായ വിശ്വസ്തതയും സ്നേഹമുള്ള അവനെ അല്ലെങ്കിൽ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേണം ആഗ്രഹിക്കാൻ.
ഇനി ചിലവർക്ക് പണമായിരിക്കും ആവശ്യം. എനിക്ക് ഒരുപാട് പണം വേണം എന്ന് ആഗ്രഹിക്കും, പക്ഷെ എത്ര വേണമെന്ന് മെൻഷൻ ചെയ്യില്ല. അപ്പോൾ എത്ര വേണമെന്ന് കൂടി മെൻഷൻ ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ ആവശ്യം. ഇനി ജോലിയിലാണെങ്കിൽ ഏത് തരം ജോബ് വേണം, എത്ര സാലറി ഉണ്ടായിരിക്കണം, ആ ജോബ് എവിടെ വേണം എന്ന അങ്ങനെയുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആക്ടിങ്. നമ്മളെല്ലാവരും, ഒരുവിധം എല്ലാവരും സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരിക്കും. വയറുവേദന, തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അഭിനയം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? അതേപോലെ നിങ്ങളുടെ എനർജി, ബിഹേവിയർ, തോട്ട്സ് അതിനനുസരിച്ച് മാറ്റുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ മേശയിൽ കുറേ പണം വേണം. മേശപ്പുറത്ത് അട്ടിയായി അടുക്കി വെച്ച പൈസ. ദിവസം ഞാനിങ്ങനെ കുറേ ചെക്ക് എഴുതും. എന്നിട്ട് ബാങ്ക് പോവും, പൈസ എടുക്കും, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആലോചിക്കും. എൻ്റെ വീട്ടിൽ കുറേ പഴയ ചെക്ക് ഉണ്ടായിരുന്നു, കുറേ പണ്ടത്തെ തന്നെ. അതിലൊക്കെ ഞാൻ എങ്ങനെ എഴുതും, 20 ലാക്ക് 30 ലാക്ക് എഴുതിയിട്ട് ഞാനും എൻ്റെ അനിയനും അനിയത്തിയും കൂടി ഇങ്ങനെ കളിക്കും. ഇത് നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കോടീശ്വരന്മാരെ പോലെ കളിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ഞാനപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്. എൻ്റെ ബ്രദർ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എനിക്കൊരു ജോബ് സെറ്റാക്കി തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അവനറിയുന്ന ഒരു കമ്പനിയിൽ എനിക്ക് ജോബ് സെറ്റാക്കി തന്നു. ഒരു സ്റ്റീൽ കമ്പനി ആയിരുന്നു അത്. അവിടെ എനിക്ക് കിട്ടിയ ജോബ് എന്താണെന്നറിയോ? സത്യമായിട്ട് പറയാണ്, എനിക്ക് ചെക്ക് എഴുതൽ. ഇവർക്ക് ഒരുപാട് കമ്പനീസിലേക്ക് ടൺ കണക്കിന് സ്റ്റീൽ കമ്പനികളുടെ കച്ചവടമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെക്ക് എഴുതൽ. ചെക്ക് വരികയും ചെയ്യും, അത് എനിക്ക് എഴുതി കൊടുക്കും വേണം. വരുന്നത് എത്രയാണെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഡേ ഞാൻ 10-30 ചെക്ക് എഴുതിയിട്ടുണ്ട്. അതും ലക്ഷങ്ങളുടെ ചെക്ക്. 27 ലക്ഷം, 45, 75 ലക്ഷം, അങ്ങനെ ആയിരിക്കും ഓരോ ചെക്കിലും ഞാൻ എഴുതുന്ന എമൗണ്ട്. മാസാവസാനം എല്ലാവരുടെയും സാലറി ചെക്കും ഞാനാണ് എഴുതുന്നത്. ഈവനിങ് ആകുമ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ മേശപ്പുറത്ത് കെട്ടുകണക്കിന് പൈസ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണും, പക്ഷെ എനിക്ക് തൊടാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇത് എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത്, പക്ഷെ അതെൻ്റെ റിയാലിറ്റിയിലേക്ക് വന്നു. എനിക്ക് ആ പണം കാണാനേ കഴിഞ്ഞിട്ടുള്ളൂ, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറേ പണം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഞാൻ എൻ്റെ മുന്നിൽ കാണുകയും ചെയ്തു. എനിക്ക് അതിൽ നിന്ന് ഒരു തരി പോലും എടുക്കാൻ സാധിച്ചില്ല എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ, അത് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമുക്ക് പണം കിട്ടുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുകൂടി ആലോചിക്കണം. ഞാൻ പണത്തെ ആകർഷിക്കുന്നു, ഞാൻ പണത്തിന്റെ കാന്തമാണ്, പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അഫർമേഷൻസ് പറയുന്നവരായിരിക്കും നിങ്ങൾ. പക്ഷെ ആ പണം കിട്ടിയാൽ എന്തൊക്കെ ചെയ്യും എന്ന് കൂടി ചിന്തിക്കണം. പണം നമ്മൾ ആകർഷിക്കുന്ന എങ്ങനെയാണ്? ചിലപ്പോൾ ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പണത്തിന്റെ മെഷീനിൽ പണം എണ്ണുന്ന ജോലിയായിരിക്കും. അതാണ് കുറേ പണം നിങ്ങൾ കാണും, പക്ഷെ അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പണം കൊണ്ട് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നതോ, കാർ വാങ്ങിക്കുന്നതോ, നമ്മൾ ആ പണം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കണം. അതും കൂടി ആഗ്രഹിക്കണം. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ പോരാ. ആ റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടേ കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പാണ് കിട്ടുന്നതെങ്കിൽ അവിടെ തീർന്നില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.
ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫീൽ ദി ഇമോഷൻസ്. നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനെ ഒരു നല്ല ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. മനസ്സിൽ മാത്രം കണ്ടാൽ പോരാ. സന്തോഷം, നന്ദി, പൂർണ്ണത ഇതെല്ലാം ഉണരണമെങ്കിൽ അതിൻ്റെ എനർജി അതിൻ്റെ ഫീലിലൂടെ പ്രവേശിക്കണം. ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് സറണ്ടർ ടു ദി ഫീൽഡ്. വിശ്വസിക്കുക. ഭയം, സംശയം എന്നിവ ഒഴിവാക്കി പൂർണ്ണമായി വിശ്വസിച്ച് അത് കിട്ടിക്കഴിഞ്ഞ രീതിയിൽ അഭിനയിച്ച് ആക്ട് ചെയ്തുകൊണ്ട് ജീവിക്കുക. ഒരിക്കലെങ്കിലും കിട്ടുമോ, എപ്പോഴാ കിട്ടുക, എപ്പോഴാ അത് ലഭിക്കുക എന്നുള്ള ഡൗട്ട് വരാൻ പാടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് അതിനെ വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക. അത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, പിന്നെ വീണ്ടും എന്തിനാണ് കിട്ടില്ല എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇൻസ്പയർഡ് ആക്ഷൻ. നിങ്ങളുടെ എനർജി ഉയരുമ്പോൾ ചില ആക്ഷൻസ്, ചില ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അവ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ല. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തന്ന കാര്യങ്ങളായിരിക്കാം. അവ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക, അതിലേക്ക് ഇറങ്ങുക. യൂണിവേഴ്സ് ഓരോ കാര്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോകണം. കാരണം നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക. അതിലേക്ക് ഇറങ്ങിയാൽ മാത്രം മതി നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എത്ര പ്രധാനമാണെന്ന് ജോ ഡിസ്പെൻസ എന്ന സയൻറ്റിസ്റ്റ് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കേസ് സ്റ്റഡീസിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അമേരിക്കയിലെ ചില ഹോസ്പിറ്റൽസിൽ മെഡിറ്റേഷനും വിഷ്വലൈസേഷനും യൂസ് ചെയ്ത് പേഷ്യൻസ് വളരെ ഫാസ്റ്റായി റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും നല്ല ഗൈഡഡ് മെഡിറ്റേഷൻ. നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും ഈ മെഡിറ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്യണം. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളിനി ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്സ് ആണ്. നിങ്ങൾ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഒരു കാര്യം ആഗ്രഹിച്ച് അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം ആലോചിച്ച് നമ്മളുടെ ആഗ്രഹത്തിൻ്റെ മേൽ സംശയം ഉണ്ടാക്കുന്നു. അത് കിട്ടുമോ, കിട്ടൂലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ നിർത്തുക. പിന്നെ രണ്ടാമത്താണ് ഡെസ്പിറേഷൻ. ഇത് വേണം 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 ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഈ വികാരം എന്ന് പറഞ്ഞാൽ ലോ വൈബ്രേഷൻ ആണ്. നമ്മൾ എപ്പോഴും കിട്ടിക്കഴിഞ്ഞ രീതിയിൽ വേണം ചിന്തിക്കാൻ, അല്ലാതെ വേണം കിട്ടണം എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. മൂന്നാമത്തേതാണ് ആക്ഷൻ ഇല്ലാതെ കാത്തിരിക്കുക. എല്ലാം യൂണിവേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുതരും, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതിയെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ മൈൻഡിൽ ഓരോ ഐഡിയാസ് യൂണിവേഴ്സ് കൊണ്ടുതരും. അപ്പോൾ അതിലേക്ക് ആ ഐഡിയയുടെ പുറകിലൂടെ നമ്മൾ പോകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മളുടെ ആവശ്യമാണ്, നമ്മളുടെ ആഗ്രഹങ്ങളാണ്, അത് ലഭിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് തെളിയുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മളുടെ തന്നെ ആവശ്യമാണ്. ഇപ്പോൾ എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞു ഇരുന്നിട്ട് കാര്യമില്ല. ആ ജോലിക്ക് വേണ്ടി എവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ചെയ്യുക. അല്ലാതെ അപ്ലൈ ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ജോലി വേണം, എനിക്ക് നല്ലൊരു ജോലി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും കിട്ടില്ല. നല്ല സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, നല്ല കമ്പനീസിലെല്ലാം അപ്ലൈ ചെയ്തിടുക. അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇതാണ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷോർട്ട് ടൈം എക്സ്പെക്റ്റേഷൻ, പെട്ടെന്ന് കിട്ടുമെന്ന് കരുതുന്നത്. ക്വാണ്ടം ഫീൽഡിൽ കയറിയാൽ സമയത്തിൻ്റെ പരിധി കടക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് വേണം എന്ന് വിചാരിക്കുന്നതല്ല, അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കണം. അത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക.
പിന്നെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വികാരമില്ലാത്ത അഫർമേഷൻ. നമ്മളിങ്ങനെ പറയും, ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് ഫീലിങ്സ് ഉള്ളത്, അതിലെവിടെയാണ് എനർജി ഉള്ളത്? അപ്പോൾ നമ്മൾ പറയുന്ന അഫർമേഷൻസിൽ പോലും നമ്മൾ ഫീലിങ്സ് കൊണ്ടുവരണം, വികാരം വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഷോർട്ടാക്കി പറഞ്ഞു തരാം. നമുക്ക് 5 സ്റ്റെപ്സ് ആണുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക. അതിനായി എംബോഡി ചെയ്യുക, ആക്ടിങ് ചെയ്യുക, വൈബ്രേഷനലി നിങ്ങളെ ഉയർത്തുക. 3-മത്തത് വൈബ്രേഷനലി നിങ്ങളെ ഉയർത്തുക. 4 ഗൈഡഡ് മെഡിറ്റേഷൻ ദിവസവും ചെയ്യുക. ഇത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള പോയിന്റാണ്, മെഡിറ്റേഷൻ. ഓരോ ദിവസവും ചെറിയ ചെറിയ ഇൻസ്പയർഡ് ആക്ഷൻസ് എടുത്തു തുടങ്ങുക. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്സിലും നിങ്ങൾ ചെറിയ ചെറിയ ഇൻസ്പയർഡ് ആക്ഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുക. അടുത്തതാണ് വിശ്വസിക്കുക. ഇത് നിങ്ങളെ കൊണ്ട് പറ്റും, ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടെ, ഞാൻ ഇതിന് അർഹനാണെന്ന് ഉള്ള ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റാൻ സാധിക്കും. ക്വാണ്ടം മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് എ മാജിക്, ഇറ്റ്സ് അലൈൻമെന്റ് വിത്ത് ദ ഡീപ്പസ്റ്റ് ലോ ഓഫ് ദ യൂണിവേഴ്സ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇതേപോലെ ജീവിച്ചാൽ മതിയോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിക്കണമെന്ന്. ഈ ലോകത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയി തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.